വമിൻ അഖ്ലാഖിഹിം റളിയല്ലാഹു തആല അൻഹും മഹാരഥന്മാരുടെ സ്വഭാവ ഗുണങ്ങളിൽ എണ്ണി വരുന്നത് അദ്മുൽ ഉജ്ബി വൽ ഇദ്ലാലി ബിശൈഇൻ മിൻ അഅമാലിഹിം. ഈ മഹാന്മാരായ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സൽക്രമങ്ങൾ എന്തു ചെയ്താലും അതിലൊന്നുകൊണ്ടും ആരെയും അറിയിക്കൂല. ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞ് നടക്കൂല. മാത്രമല്ല, ഞാൻ വലിയൊരു ആരാധകനാണ്, നല്ല കാര്യങ്ങൾ ചെയ്തു നടക്കുന്നവനാണ് എന്നുള്ളൊരു ഉൾനടിനും ഉണ്ടാവില്ല. അതൊക്കെ മനസ്സിന്റെ അകത്തുനിന്ന് പോക്കിക്കളയും. ഒരു ഇബാദത്തിലൊക്കെ നിരതരാവും. പിന്നെ ഓല എന്താ അഭിപ്രായപ്പെടുന്നത്? ബൽ യറൗന അന്നഹു മുസ്തഹഖുൽ തഅദീബ ബിന്നാരി, നരകത്തിലിട്ടുകൊണ്ട് ശിക്ഷിക്കുക എന്ന കാര്യത്തെ അവർ ഉടമയാക്കിയവരാണ് എന്നാണ് അവർ അഭിപ്രായപ്പെടുക. എന്ത് കാരണം കൊണ്ട്? ബിസ്വാലിയ അമാലിഹിം ഇൻദഹും, അവരുടെ അടുക്കൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സൽക്രമങ്ങൾ എന്ന് വിചാരിച്ച്. ഞങ്ങളുടെ അടുക്കൽ ഇപ്പൊ സൽക്കർമ്മം ആയിട്ടുള്ളല്ലോ, അള്ളാഹിന്റെ അടുക്കൽ ഇതാവണ്ടേ? അപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ കരുതാതെ ഞങ്ങളുടെ അടുക്കൽ സൽക്കർമ്മമായി എന്ന കാരണം കൊണ്ട് തന്നെ നരകത്തിലൂടെ ശിക്ഷിക്കലിനെ ഞങ്ങൾ ബാധ്യസ്ഥരായിരിക്കുന്നു എന്നാണ് അവർ അഭിപ്രായപ്പെടുക. അല്ലാതെ ഞങ്ങൾ നല്ല കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ നല്ല ആൾക്കാരെന്നുള്ള നടിനം ഓൽക്കുണ്ടാവൂല. ഫദ്ലൻ അൻ സയ്യിഹ, അത് മാത്രമല്ല, ഒന്നും കൂടി കേറി പറഞ്ഞാല് സൽക്കർമ്മങ്ങൾ എന്ന് മാത്രമല്ല, മറ്റു ദുഷിച്ചതായിരിക്കുന്ന എന്തെല്ലാം കർമ്മങ്ങളുണ്ട് അതിനെ തൊട്ടും പടച്ചോന്റെ ഭാഗത്ത് ഞങ്ങൾ ശിക്ഷ ബാധ്യസ്ഥരായവരാണ് എന്ന്, അത് ഏറ്റുവാങ്ങേണ്ടവരാണെന്നൊരു ബോധം അവർക്കുണ്ടാവും. എത്ര നല്ല അമല് ചെയ്താൽ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു ചോദിച്ചാലും, ലിമാ യഷ്ഹദൂനഹു ബിഹ മിൻ സൂഇൽ അദബി മഅ അല്ലാഹി തആല, പടച്ച റബ്ബിനോടുകൂടെ ഇബാദത്ത് ചെയ്യുമ്പോൾ ചില സംസ്കാരങ്ങൾ പാലിക്കേണ്ടതുണ്ട്, നല്ല ചിട്ടകളും മര്യാദകളും പാലിക്കേണ്ടതുണ്ട്. അത് ഇല്ലാതെ പടച്ച റബ്ബിനോടുകൂടെ ഇബാദത്ത് ചെയ്യുമ്പോൾ ആ ഇബാദത്തിൽ ശൂന്യമായ മോശമായിരിക്കുന്ന സംസ്കാരങ്ങൾ വന്നു. അത്തരം സംസ്കാരങ്ങൾ അവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കണ്ടതുകൊണ്ടും മനസ്സിലാക്കിയത് കൊണ്ടുമാണ് അവര് പറയുന്നത്, ഞങ്ങൾ എത്ര നല്ല കർമ്മങ്ങൾ ചെയ്താലും ഞങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗത്തിന്റെ അവകാശികളല്ല, ശിക്ഷക്ക് അർഹരായവരാണ് എന്നൊരു കാഴ്ചപ്പാട് അവരെ മനസ്സിലുണ്ടാവുക. അങ്ങനെയാണല്ലോ നമുക്ക് വേണ്ടതും. അള്ള നീതിമാനാണ്, അള്ള തരും, പ്രതീക്ഷകളാണ്. പക്ഷെ നമ്മുടെ ഇബാദത്ത് അള്ള പറഞ്ഞതുപോലെ ആയിട്ടില്ലല്ലോ എന്നൊരു പേടിയും വേവല നമുക്ക് വേണം. നോക്ക്, വഖദ് വറദ, ഹദീസിൽ വന്നതായി കാണാം ചരിത്രത്താളുകളിൽ, അന്ന ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം കാന യഖൂലു, മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാം പറയുന്നു, കം മിൻ സിറാജിൻ ഖദ് അത്ഫഅതുഹു റീഹു വകം മിൻ ഇബാദത്തിൻ ഖദ് അഫ്സദൽ ഉജ്ബു എന്നാണ്. എത്ര വിളക്കുകൾ കത്തിച്ചു വെച്ചാലും ആ വിളക്കുകൾ മുഴുവൻ കാറ്റങ്ങനെ കെടുത്തി കളയുന്നു. അപ്പൊ കാറ്റ് കെടുത്തി കളയുന്ന എത്ര വിളക്കുകളാണ്. കാറ്റ് വന്ന് അടിച്ചു വീശിയാൽ വിളക്ക് കെട്ടുപോയ പ്രഭ പോയി എന്നല്ലേ, അവിടെ ഇരുട്ടാണല്ലോ. എന്നതുപോലെ എത്ര പ്രഭ നൽകേണ്ട ഇബാദത്തുകളാണ്. ആ പ്രഭയിൽ ശോഭിച്ചു നിൽക്കേണ്ട ആരാധന കർമ്മങ്ങൾ എത്രയോ ഉണ്ട്. അതിനെല്ലാത്തിനെയും ഉൾനടിനം എന്ന് പറയുന്നതായിരിക്കുന്ന അഹങ്കാരം, ആ ഞാൻ എന്നുള്ളതായിരിക്കുന്ന ആ ഒരു അഹങ്കാരവും ഉൾനടിനവും ഉജ്ബൊക്കെ വന്നപ്പോൾ അതൊക്കെ ഇബാദത്തിനെ അങ്ങനെ ഫസാദാക്കി. ഇബാദത്തിന്റെ വിളക്ക് ആ പ്രഭ കെടുത്തിക്കളയുന്നതാണ്. അപ്പൊ എത്ര ഇബാദത്ത് ചെയ്തിട്ടും കാര്യമല്ല. കുറെ നിസ്കരിച്ചു, കുറെ നോമ്പ് നോറ്റു, ഖുർആൻ ഓതി, ദിക്ർ ചൊല്ലി, ഞാൻ ദിക്ർ ചെല്ലുന്ന ഒരാളാണ്, നിസ്കരിക്കുന്ന ഒരാളാണ്, ഖുർആൻ ഓതുന്ന ഒരാൾ എന്തെങ്ങാനും മനസ്സിൽ വന്നു പോയാൽ അതോടുകൂടി തീർന്നു കാര്യങ്ങൾ. ആ ഇബാദത്ത് അവിടെ നഷ്ടത്തിലായി. വകാന വഹബ് ബിൻ മുനബ്ബിഹ് റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, സഅത്തുൻ യസിൽ അബ്ദു ഫീഹാ നഫ്സ ഖൈറുൽ ലഹു മിൻ ഇബാദത്തി 70 സന. ഒരു സമയം, ആ ഒരു സമയത്തിൽ തന്റെ അടിമ ആ ഒരൊറ്റ സമയത്തിൽ തന്റെ നഫ്സിനെ കുറ്റത്തിൽ അകപ്പെടുത്തുക, ഞാൻ കുറ്റം ചെയ്തവനാണ് ഈ സമയത്ത് എന്നൊരു ബോധം. അങ്ങനെയുള്ള ഒരു സമയം, കുറ്റം ചെയ്യുന്ന ആ സമയം എടുത്ത് നോക്കിയാൽ 70 വർഷക്കാലത്തോളം ഇബാദത്ത് ചെയ്തതിനേക്കാൾ പുണ്യം അതാണ്. എന്താ കാരണം? 70 വർഷക്കാലത്തോളം ഇബാദത്ത് ചെയ്തിട്ട് ഒരു പുണ്യം കിട്ടാൻ പോകുന്നില്ല. ഉള്ളിലെ മനസ്സിന്റെ അകത്തളത്തിൽ അവർ ഉജ്ബ് വന്നുകൂടി, ഞാൻ എന്നൊരു ചിന്ത വന്നുപോയി നല്ലവനാണെന്ന്. ആ ഒരൊറ്റ കാരണം കൊണ്ട് അവൻ 70 വർഷം ചെയ്ത ഇബാദത്തൊക്കെ പൊളിഞ്ഞു പോയില്ലേ. അപ്പൊ അതിലേറെ നല്ലത് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് എടുത്തോളി, ഒരു സമയം എടുത്തോ. ആ സമയത്ത് തന്റെ നഫ്സിനെ കുറ്റത്തിൽ അകപ്പെടുത്തി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയമായിരിക്കും ഏറ്റവും പുണ്യം എന്നതിനർത്ഥം.
എന്നല്ല തെറ്റ് ചെയ്യാൻ വേണ്ടി പറയല്ല. അതിനേക്കാൾ കടുത്തതാണ് ഇബാദത്ത് നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് ഉജ്ബ്. ഇതൊന്നും ഈ മഹാന്മാർക്കുണ്ടായിട്ടില്ല. വകാന അബു അബ്ദില്ലാഹിൽ അന്താഖി റഹ്മഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുമായിരുന്നു എന്ത്? അലറു ത്വാഅതി അലൽ അബ്ദി മാ അനസ്തുഹു മസാബിഹി വദകറതുഹു ഹസനാതുഹു വയസ്ദാദു ബിഹാ ഇദ്ലാലൻ വഇത്റാറൻ ബൈനന്നാസ് എന്നാണ്. മഹാനായ അബു അബ്ദില്ലാ തങ്ങൾ പറയുന്നു, അലറു ത്വാഅതി, ഒരുപാട് കർമ്മങ്ങൾ ഒരു മനുഷ്യൻ ചെയ്യുന്നുണ്ടെങ്കിലും കർമ്മങ്ങൾ വെച്ച് ഏറ്റവും പ്രയാസമുള്ള കർമ്മം അലൽ അബ്ദി, ഒരു അടിമയുടെ മേൽ പ്രയാസപ്പെടുന്ന ആരാധന കർമ്മം ഏതാണ്? മാനസ്തു മസാബിഹി, അവൻ ചെയ്തു വെച്ചതായിരിക്കുന്ന കുറ്റങ്ങൾ അവനെ മറപ്പിച്ചു. ഒരു ബോധം അവനിക്കില്ല, അവൻ ചെയ്തെല്ലാ കുറ്റം അവനെ മറപ്പിച്ചു കളഞ്ഞു. വദകറതുഹു ഹസനാതുഹു, അവൻ ചെയ്തു വെച്ചതായിരിക്കുന്ന എന്തെല്ലാം നന്മകളുണ്ടോ ആ നന്മകൾ മുഴുവനും അവനെ ഓർമ്മപ്പെടുത്തുകയും ചെയ്ത തെറ്റുകുറ്റം മുഴുവനും മറന്നുപോവുകയും ചെയ്താൽ അതാണ് ഏറ്റവും പ്രയാസകരമായിരിക്കുന്ന ആരാധന കർമ്മങ്ങൾ. അത് ബുദ്ധിമുട്ടാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. എത്ര ഇബാദത്ത് ചെയ്താലും ഒരുപാട് തെറ്റ് ചെയ്ത അടിമയാണെന്ന് ഓർമ്മ വേണം. അതൊക്കെ മറന്നുപോയിട്ട് വെറും നന്മകൾ മാത്രം ഓർത്ത് ജീവിക്കാം. ഞാൻ ചെയ്ത അത്രണ്ട് ഇത്രണ്ട് എന്നുള്ള ഓർമ്മകൾ, അത് പ്രയാസമാണ്. അത്തരം നന്മകൾ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവൻ കൂടുതലാക്കും. ഈ ദിലാലും വഇത്റാറും ബൈനന്നാസി, ജനങ്ങൾക്കിടയിൽ ചതിയാലും അതുപോലെ അറിയിക്കലിനാലും അവനെന്തായി? കൂടുതലായി മാറും. അപ്പോ ഇവിടെ എന്ത് വന്നു? തെറ്റുകുറ്റങ്ങളൊക്കെ മറന്നുപോയി ഹസനാത്ത് ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ ഉജ്ബ് വരികയാണ്. ആ ഉജ്ബ് വരാൻ പാടില്ല. ഉജ്ബിലേക്ക് എത്തുന്ന ഏതെല്ലാം കാര്യമുണ്ട് അതൊക്കെ ഒഴിവാക്കണം. അങ്ങനെ ആഖിറത്തി, ഇതെല്ലാം ദുനിയാവിൽ വെച്ച് ചെയ്യുമ്പോ ഒരുപാട് കർമ്മം ചെയ്ത് ഞാൻ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല ഇങ്ങനെ ഓർക്കുകയാണ്. അങ്ങനെ അവസാനം ആഖിറത്തിലേക്ക് അവൻ ചെല്ലും. എങ്ങനെ പോവും? സഫറൽ യദൈനി, രണ്ട് കയ്യിലും മഞ്ഞ പിടിച്ചിട്ടൊന്നുമില്ല. മിനൽ ഖൈരി വസ്സവാബി, ഒരു പ്രതിഫലവുമില്ല, ഗുണവുമില്ല. അതിനെ തൊട്ടെല്ലാം രണ്ട് കരങ്ങളും മഞ്ഞയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഒന്നുമില്ലാത്തവനായി ആഖിറത്തിലേക്ക് ചെല്ലേണ്ടി വരും. ഇവൻ ധരിക്കുന്നത് എന്താ? ഇതൊക്കെ ഞാൻ ചെയ്തു, ഞാൻ നല്ലവന്റെ കൂട്ടത്തിൽ പെട്ടവനാണ്, ഞാൻ സ്വാലിഹാണെന്നൊരു ധാരണ വെച്ചുപോയി. അതൊന്നും നമുക്ക് തീരുമാനിക്കാൻ പാടില്ല. പടച്ച റബ്ബ് പറഞ്ഞാൽ കേൾക്കുക, ഇതാ നമ്മളെ കടമ. അള്ള യജമാനൻ, നമ്മൾ അടിമ. ബാക്കിയെല്ലാ കാര്യവും അള്ളാന്റെ കയ്യിലാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ആത്മാർത്ഥമായ ഇഖ്ലാസോട് ഇബാദത്ത് ചെയ്യുക, അള്ളാനെ ധ്യാനിച്ച്. അല്ലാ അല്പസ്വല്പം നിസ്കരിച്ചുകൊണ്ട് ഞാൻ വലിയ നിസ്കാരക്കാരനാ, ഞാൻ സ്വാലിയാന്ന് വിചാരിച്ചിട്ട് കാര്യമല്ല. വകാന ശഅബി റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, ബലഗന അന്ന റജുലൻ മിമ്മൻ സബക കാന ഇദാ മശാ ബിളില്ലിഹി യുദില്ലുഹു സഹാബു ലിഫദ്ലിഹി. ഒരാള്, മഹാനായ ശൈബി തങ്ങൾ പറയാൻ ഞമ്മക്കൊരു വിവരം കിട്ടിയിട്ടുണ്ട്. എന്താ അറിയാം? മുൻകഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു. അയാൾ നടന്നു പോവുകയാണെങ്കിൽ വെയിലത്താണ് പോകുന്നത് എങ്കിൽ സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ വേണ്ടി അയാൾക്ക് മേഘം തണലിട്ട് ഇങ്ങനെ കൊടുത്തുപോയിരുന്നു. അത് അയാൾ വലിയ ഉന്നതനായതുകൊണ്ടാണ്. അങ്ങനെ ഇരിക്കെ അങ്ങനെ ഇദ്ദേഹം എന്താണെന്നറിയാമോ? വേറെ ഒരാൾക്ക് ഇത് കാട്ടിക്കൊടുത്തു. കണ്ടില്ലേ മേഘം പോണ്? കാല എന്നിട്ട് അവൻ പറയാണ്, എന്ത്? വല്ലാഹി ലാംശിയന്ന ബിളില്ലിഹി ലഅല്ല അൻ തനാനി ബറകതുഹു എന്നാണ്. അപ്പൊ എന്താ? അത് കാട്ടിക്കൊടുക്കും മറ്റൊരാൾക്ക്. ഇത് കാട്ടിക്കൊടുക്കുമ്പോൾ ഇത് കണ്ട ആള് പറയും, ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ പോവുകയാണ്, ഇദ്ദേഹത്തിന് മേഘം ഇതാ തണലിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇയാൾ നല്ലൊരു മനുഷ്യനാണ്. ഇയാളെ കൂടെ കൂടുമ്പോൾ അയാൾക്ക് കിട്ടിയതായിരിക്കുന്ന ബർക്കത്ത് എനിക്കും കിട്ടുമല്ലോ, അതുകൊണ്ട് ഞാൻ അയാളെ കൂടെ ആ നീയലിൽ ഞാൻ പോകുന്നു എന്ന് മറ്റാള് പറയുന്നു. കാല അങ്ങനെ ഷേബി തങ്ങൾ പറയാണ്. ഇത് പറഞ്ഞിട്ട് റജുൽ അവ്വലു ബിനഫ്സിഹി ഹീന റഅന്നാസ യംശൂന ഫീ ളില്ലിഹിം. ഇദ്ദേഹം അഥവാ അള്ളാഹ് ഉന്നതനാക്കി വെച്ച ആ ഒരു മനുഷ്യൻ, അയാൾ ആദരിച്ചുകൊണ്ട് അള്ളാഹു തആലയ്ക്ക് മേഘം തണലിട്ടു. തണലിട്ടപ്പോൾ ജനങ്ങളെല്ലാവരും ഇദ്ദേഹത്തിന്റെ പിറകിൽ ആ നിഴലിലൂടെ നടക്കുകയാണ്. അങ്ങനെ ജനങ്ങളെല്ലാവരും ഇദ്ദേഹം കൊടുത്തതായിരിക്കുന്ന നിഴലിൽ നടന്നു വരുന്നത് കണ്ടപ്പോൾ ഈ ആദ്യത്തെ മനുഷ്യൻ, ഈ ഉന്നതനായിരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അയാൾ എന്തായി? ഉള്ളിൽ നടിനം വെച്ചുപോയി. ഇതൊക്കെ കിട്ടിയത് എന്നെ കൊണ്ട് കിട്ടിയതല്ലേ, ഞാൻ നല്ലൊരാളായതുകൊണ്ടല്ലേ, നല്ലൊരാളായതുകൊണ്ട് അള്ളാഹ് എനിക്ക് മേഘം തളരിട്ട് വന്നു.
എന്നൊരു ഉള്ളിലൊരു അഹങ്കാരത്തിന്റെ ഒരു വാസന വന്നുപോയി. ആ ഒരു ചിന്ത വന്നതോടുകൂടി തകിടം മറിഞ്ഞു. ഫലമ്മഫ്തറഖ, അങ്ങനെ ഈ രണ്ടാൾക്കാരും വിട്ടുപിരിഞ്ഞു. ഇയാളെ കൂടെ കൂടിയ ആ മനുഷ്യന്റെ കൂടെ നിയല് പോയി, ഇയാൾക്ക് അള്ള കൊടുത്ത നിയൽ ഇല്ലാതെയായി. ഇപ്പൊ എന്താ ഉണ്ടായത്? ഇയാൾ ഉന്നതനായിരുന്നു, പക്ഷെ ഇയാൾ ഉള്ളിൽ ഉൾനടിനം വന്നു. ആ ഉൾനടിനം വന്നത് കൊണ്ട് അയാളെ കൂടിയ നിസ്വാർത്ഥനായ നിഷ്കളങ്കനായ മനുഷ്യനെ കിട്ടുകയും ഇവന്റെ സ്ഥാനമാനം ഇല്ലാതാക്കുകയും ചെയ്തു. എന്തുകൊണ്ട്? ഇത്രേ ഉള്ളൂ. എത്ര ഉന്നതനായാലും നിമിഷ നേരമായി തകിടം മറിച്ചിടാൻ അതിന് അള്ളാഹിനെ കൊണ്ട് കഴിയും. അതിനവിടെ എത്ര കാണുന്നുണ്ട്. അപ്പൊ താഴ്ന്നവരെ പൊന്തിക്കാനും പൊന്തിയ ആൾക്കാരെ താത്താൻ അള്ളാഹിനെ കൊണ്ട് കഴിയും. അപ്പൊ നമ്മളാരും പൊന്തിയവരല്ല, മനസ്സിനെ ചിന്തിക്കാനും പാടില്ല ഞാൻ വലിയൊരാളാണ് എന്ന്. അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു യഖൂൽ, മഹാനവറുകൾ പറയുമായിരുന്നു. എന്താ പറയുന്നത്? മിൻ അലാമത്ത് സിദ്ഖി തോബത്തിക, സഹോദര നീ ഒരു പക്ഷാതപിക്കുന്ന മനുഷ്യനാണ്, തോബ ചെയ്തൊരു വ്യക്തിയാണ് എന്നത് സത്യമാണ് എങ്കിൽ ആ സത്യത്തിന്റെ അടയാളത്തിൽ പെട്ടതാണ് എന്ത്? അന്തരിഫാലില്ലാമിതമ്പിക്ക, പടച്ച റബ്ബിനോട് നീ പറയണം, പടച്ചോനെ ഞാൻ എന്റെ തെറ്റുകൊണ്ട് ഇതാ ഞാൻ സമ്മതിച്ചിരിക്കുന്നു, ഞാൻ തെറ്റ് ചെയ്തവനാണ്. അങ്ങനെ സമ്മതം വേണം അള്ളാഹ്ക്ക് വേണ്ടി. അതാണ് യഥാർത്ഥ തോബയുടെ അടയാളം. വഇന്ന മിൻ ഇഖ്ലാസി അമലിക, നീ ചെയ്ത കർമ്മങ്ങൾ ആത്മാർത്ഥതയുണ്ട് എന്നതിന്റെ അടയാളം. അൻതർഫദ ഉജ്ബക, നിന്റെ മനസ്സിന്റെ അകത്തളത്തിലുള്ള ആ ഉജ്ബ് നീ വലിച്ചെറിയണം, നീ പുറത്തേക്ക് വലിച്ചിടണം. ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വരുമ്പോഴേ ഇഖ്ലാസ് ഉണ്ടാകുള്ളൂ. വഇന്ന മിൻ സിദ്ഖി ശുക്രിക, നീ നന്ദി ചെയ്യുന്നവനാണ് എന്ന സത്യത്തിന്റെ അടയാളം. അൻതൈരിഫ തഖ്സീറക, നീ എന്ത് വേണം? നിനക്കൊരുപാട് വീഴ്ചകൾ വരുത്തിയിട്ടുണ്ട്. നീ അള്ളയുമായുള്ള കടമകൾ ചെയ്യേണ്ടത് ഒരുപാട് പാട്ട് പറ്റിയിട്ടുണ്ട്. ആ പാട്ട് നീ അറിയണം, സമ്മതിക്കണം. ഇത് മൂന്നുമുണ്ടോ എന്നാ ഇഖ്ലാസും ഉണ്ട്, ശുക്റും ഉണ്ട്, തോബി സത്യമാണ്, ബോധ്യമാണ്. അപ്പൊ ഇവിടെ പറഞ്ഞ സംഗതി എന്താണെന്നറിയാമോ? എന്തിനും ആത്മാർത്ഥത വേണം. ആത്മാർത്ഥതയില്ലാതെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇനി നോക്കൂ വേറൊരു കാര്യം. മറ്റൊരു മഹാൻ ആരെ? വഖദ് കാന ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹു തആല, മഹാനവറുകൾ ഇതാ ഖത്തബൽ മിമ്പറി, മിമ്പറിന്റെ മുകളിൽ കയറി അങ്ങ് മഹാനവറുകൾ ഖുതുബ ഓതുകയാണെങ്കിൽ ഫഖാഫൽ ഉജ്ബ, മഹാനവറുകൾ എന്താണെന്നറിയാമോ? മനസ്സിന്റെ അകത്തളത്ത് ഉജ്ബ് വരുമോ എന്നുള്ള പേടി വരും. അങ്ങനെ പേടി വരുമ്പോ ഖതഅൽ കലാം, പിന്നെ സംസാരമൊന്നുമില്ല, അതൊക്കെ മാറ്റിയിട്ട് പ്രസംഗിക്കുമ്പോഴേ അപ്പൊ ആ പ്രസംഗത്തിൽ മൂപ്പർക്ക് ഉജ്ബ് വരുന്നു കണ്ട ആ വാക്കണം ഒഴിവാക്കിയിട്ട് വഅദല ഗൈരിഹി മിമ്മാ ലാ ഉജ്ബ ഫീഹി, ഒരിക്കലും ഉജ്ബ് വരാത്ത ഏതെല്ലാം വാക്കുകളുണ്ടോ അത്തരം വാക്കുകളിലേക്കാണ് മഹാനവറുകൾ പോകുക. നമ്മളൊക്കെ സംസാരിക്കുമ്പോ നമ്മളെ മനസ്സിൽ ഞാൻ പ്രാസംഗികൻ, എല്ലാവരെക്കായും കഥ എനിക്കറിയാം, ശൈലി എനിക്കറിയാം, ആളെ പിടിച്ചിരുത്താൻ എനിക്കറിയാം, വാക്ക് ചാതുര്യമുണ്ട്, സാഹിത്യത്തിന്റെ കൊട്ടയുണ്ട് എന്നൊക്കെ ഉൾനാടിനം വന്നുപോകൂലെ സംസാരത്തിൽ. അങ്ങനെ വരികയാണെങ്കിൽ ആ സംസാരം മുറിച്ച് ആത്മാർത്ഥമായതൊക്കെ ഒഴിവാക്കി അതൊന്നും വരാത്ത രീതി സംസാരിക്കാണ് വേണ്ടത്. അതാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ മാതൃക ഇവിടെ. വൈദ കത്തബ് കിതാബൻ, മാത്രമല്ല ഇവർ സംസാരം അങ്ങനെയെന്ന് മാത്രമല്ല, എഴുതുകയാണെങ്കിൽ ഒരു കിതാബ് എങ്ങാനും എഴുതിയാൽ, എഴുത്ത് എഴുതിയാൽ ഫഖാഫൽ ഉജ്ബ ഫീ, ആ എഴുത്തിലെങ്ങാനും ഉൾനടിനം വരും, എന്റെ എഴുത്ത്, ഞാൻ എഴുതിയ എഴുത്ത് എന്ന് ചിന്ത വന്നാൽ മഹാനവർ എന്ത് കാണിക്കും? അസ്സഖഹു, ആ എഴുതിയതൊരു വലിച്ചു കീറിടും. കാരണം ഒഴിച്ചു വന്നു പോയി വേണ്ട. എന്നിട്ട് വഖാല, മഹാൻ പറയും അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി നഫ്സി, പടച്ചവനെ എന്റെ മനസ്സിന്റെ അകത്ത് ഒരുപാട് നാശങ്ങളുണ്ട്, ആ നാശത്തെ തൊട്ടും ഷെറിനെ തൊട്ടും നിന്നോട് ഞാൻ അഭയം ചോദിക്കുന്നു നാഥാ എന്ന് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ തേടിയിരുന്നു. എന്തുകൊണ്ട്? ഉജ്ബ് വരുമെന്ന് പേടിച്ചിട്ട്, വന്നിട്ടല്ല. ഫകാന സുഫിയാൻ സൗരി റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുമായിരുന്നു ഇദാ റഅ ഹലഖത ദർസിഹി, മഹാനവറുകളുടെ പഠനത്തിന്റെ സദസ്സ് കാണുമ്പോൾ, കദ്കബുറത്ത്, അത് വലിയതായി സദസ്സ് ഇങ്ങനെ കാണുമ്പോ സുഫിയാൻ സൗരി ഖാമ അജറൻ മർഊബ, പേടിച്ചുകൊണ്ട് അതിവേഗത്തിൽ അവിടുന്ന് എണീറ്റ് പോകും, അവിടെ ഇരിക്കൂല. നുടുവക്കാല, മഹാൻ പറയുന്നു അഹദനാ, ഇതാ നമ്മളെ പിടികൂടിയിരിക്കുന്നു. എന്ത് നാശം എന്ന് പറഞ്ഞ മനസ്സിന്റെ അകത്ത്. ഞാൻ വലിയൊരു അധ്യാപകൻ, എന്റെ മുന്നിൽ സദസ്സ്, എത്രങ്ങാനും വലിയൊരു സദസ്സ്,
എന്നൊരു നടിനം മനസ്സിനകത്തേക്ക് വരും. അത് പിടികൂടിയിരിക്കുന്നു മഹാൻ പറയും. വനം നഷ്ഊർ, എത്രത്തിൽ നമ്മൾ ആ വിഷയം അറിയുന്നില്ല. ഇവിടെ കാല മഹാൻ പറയുന്നു ഫതബിഅല, ഈ ചരിത്രം പറയുന്ന ആള് പറയാണ് ഫതബിഅഹുൻ നാസു യൗമ, അങ്ങനെ ഒരു ദിവസം സുഫിയാനി സൗരിയുടെ കൂടെ ജനങ്ങളൊക്കെ ഒന്ന് കൂടി. എന്നിട്ട് വഖാലു ലഹു, സുഫിയാനി എന്നവരോട് ജനങ്ങൾ ചോദിച്ചു, മിസ്ലുക ലാ യഖാഫു മിൻ മിസ്ലി ദാലിക, നിങ്ങളെപ്പോലത്തെ ആളുകളൊക്കെ ഇത്തരം കാര്യം ഇതുപോലത്തെ കാര്യത്തെ തൊട്ട് പേടിക്കാതിരിക്കുകയാണോ? അതല്ല വേണ്ട, എന്തിന് പേടിക്കണം? കാലബല, അതെ ഞാൻ പേടിക്കുന്നു, അന അഖാഫുന്നാസ മിൻ ദാലിക, ഇത്തരം കാര്യങ്ങളെ തൊട്ടൊക്കെ ജനങ്ങളെ കുറിച്ച് എനിക്ക് പേടി. എന്തുകൊണ്ട്? ലിമ അരിഫുഹു, ഞാൻ ആ ഒന്നിനെ അറിഞ്ഞു. ആ ഒന്നെന്താണ്? മിൻ ദനാത്തി അഖ്ലാഖി, എന്റെ സ്വഭാവങ്ങൾ വളരെ വടക്കാണ്. ആ വടക്കായതാണ് എന്റെ സ്വഭാവം എന്നൊരൊറ്റ കാരണം കൊണ്ട് ഇതൊക്കെ കാണുമ്പോ ജനങ്ങളെ കുറിച്ച് എനിക്ക് പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒഴിഞ്ഞു പോകുന്നത്. അപ്പൊ ഇതുപോലത്തെ തൊട്ടും നിങ്ങൾ പേടിക്കണ്ടല്ലോ എന്നാ ജനം പറഞ്ഞു. അല്ല, സംഗതി ശരി തന്നെ, പേടിക്കൊന്നും വേണ്ട, പക്ഷെ ഇങ്ങനെ പേടി എനിക്കുണ്ട്, അതാണ്. അല്ല, സദസ്സിനെ കണ്ട് പേടിച്ചു പോകല്ല, ജനങ്ങളെ കണ്ട് പേടിച്ചു പോകാൻ എന്റെ സ്വഭാവം മോശമാണ്. അപ്പൊ ജനങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോ എനിക്ക് പേടിയുണ്ട്. എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഞാൻ വലിയൊരാളായി തോന്നിപ്പോകൂലേ. വല്ലാഹി, അള്ളാഹുവിനെ പിടി ശപഥം ചെയ്തുകൊണ്ട് പറയുന്നു ആര്? സുഫിയാൻ എന്നവര്. ലൗ റആനി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജാലിസൻ ഫീ മിസ്ലി ഹാദൽ മജ്ലിസി, ഇത്ര വലിയതായിരിക്കുന്നൊരു സദസ്സിൽ, ഇതുപോലത്തെ സദസ്സിൽ ഞാൻ ഇരിക്കുന്നതായെങ്ങാനും ഉമർ റളിയല്ലാഹു അൻഹു കാണുകയാണെങ്കിൽ അള്ളറബനി ബിദറത്തി, ചാട്ടവാറെടുത്ത് എന്നെ പൊട്ടിക്കും. കാമനി, അവിടെ നിന്ന് എന്നെ എണീപ്പിച്ച് പറഞ്ഞയക്കും. അത്രത്തോളം സദസ്സ് വലുതായി മനസ്സിന്റെ അകത്ത് എന്താണ് വലിയ പ്രയാസമുണ്ടാകും എന്ന മഹാൻ പറയുന്നത്. കാലലി, എന്നോട് റളിയല്ലാഹു പറയും, ഉണ്ടെങ്കിൽ ലാ തസ്ലൂലി മിസ്ലി ദാലിക, താങ്കൾ ഇതുപോലത്തതിന് പറ്റൂല, നിങ്ങൾ അങ്ങനത്തെ ഒരാളല്ലല്ലോ. കാരണം മഹാൻ അവരെ കുറിച്ച് മനസ്സിലാക്കിയവർക്കത് അറിയാം. അത്രയും നിഷ്കളങ്കമുള്ളൊരു മനുഷ്യനാണ് മഹാനവറുകൾ. വകാന മുത്തറബ് ബിൻ അബ്ദില്ലാഹ് യഖൂൽ, മുത്തറബ് റളിയല്ലാഹു അൻഹു പറയാണ്, ലഅന്ന ബിത നായിമൻ വ ഉസ്ബിഹ നാദിമൻ അഹബ്ബു ഇലയ്യ മിൻ അൻ നബിത ഖായിമൻ വ ഉസ്ബിഹ മുഅ്ജിബാ. ഞാൻ രാപ്പാർക്കല്, കിടന്ന് നല്ലോണം ഉറങ്ങല്, അങ്ങനെ ഉസ്ബിഹു നാദിമൻ, എന്നിട്ട് നേരം വെളുക്കുമ്പോ ഞാൻ ഖേദിക്കുക. ഞാൻ കിടന്ന് സുഖമായിട്ട് ഉറങ്ങി, അങ്ങനെ നേരം വെളുത്തു, ഖേദിച്ചവനായിട്ട് നേരം വെളുത്തു. അങ്ങനെയാണ്. എന്നാ പിന്നെന്താ, എനിക്കത് ഏറ്റവും ഇഷ്ടമാണ്. എന്തിനേക്കാൾ ഞാൻ രാത്രി ഉറങ്ങാതെ എന്തായി, കിടന്നുറങ്ങാതെ ഇബാദത്ത് ചെയ്തു. അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം ഇതാണ്. അങ്ങനെ ഞാൻ എന്തായി, നേരം വെളുക്കുന്ന സമയത്ത് ഒരു മുഅ്ജിബായിട്ട് നേരം പുലർന്നു. അങ്ങനെ എന്റെ നഫ്സിനെ അറാ നഫ്സി ഉരി നഫ്സി അലാ നായിമീന, അങ്ങനെ ഉറങ്ങുന്ന ആളുകളെക്കാളും എന്റെ ശരീരമാണ് നന്നായത്. ജനങ്ങളൊക്കെ സുഖമായിട്ട് കടന്നുറങ്ങിയില്ലേ, ഞാൻ രാത്രി ഫുള്ളായിട്ട് ഇബാദത്ത് ചെയ്യായിരുന്നു, എന്റെ ഉൾനടിനം. ഇങ്ങനെ പ്രഭാതത്തിന് എനിക്ക് വരും. അതിനേക്കാൾ നല്ല സുഖമായിട്ട് കടന്നുറങ്ങിയിട്ട് നേരം വിളിക്കുമ്പോൾ ഖേദിച്ച്, പടച്ചവനെ ഞാൻ ഇബാദത്ത് ചുരുങ്ങിപ്പോയല്ലോ, ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോയത് ഖേദമുണ്ടാകുക, അതാണ് നല്ലത് എന്നാണ്. ഇതൊക്കെ ഉജ്ബിനെ പേടിച്ചുകൊണ്ട് പറയുന്ന ഒന്നാണ്, അല്ലാതെ ഓല് ഇബാദത്ത് ചെയ്യാത്ത ആൾക്കാരൊന്നും അല്ലേ. വഖദ് കാന സലഫു യുഅയ്യിബൂന അലൽ ഇബാദ് കസറത സിയാമി വഖിയാമഹും ഖിയാമിഹിം ഖൗഫ മിൻ ഉജ്ബ്. മുൻകഴിഞ്ഞു പോയ ആൾക്കാരൊക്കെ ജനങ്ങളെ മേലില്, മുൻകഴിഞ്ഞു പോയ ആൾക്കാർ നോമ്പല്ല, ഈ ജനങ്ങളൊക്കെ എന്താവും, നല്ലോണം എന്താവും, നോമ്പ് അധികരിപ്പിക്കും, നിസ്കാരവും അധികരിപ്പിക്കും, രാത്രി ഇന്ന് നിസ്കരിക്കുന്നതൊക്കെ അധികരിപ്പിക്കും. ഇങ്ങനെ അധികരിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് അവരെന്താ ജനങ്ങളെ മേലിൽ മോശമാക്കിയിട്ട് പറയും. എന്താ മോശമാക്കിയിട്ട് പറയണത്? ഉൾനടിനത്തെ പേടിച്ചുകൊണ്ട്. എന്നിട്ട് വെക്കാനു യഖൂലുലഹും, ജനങ്ങളോട് ഇവർ പറയും, തഅല്ലമുൽ ഇൽമ, നിങ്ങൾ പോയി ഇൽമ പഠിക്കും, സുമ്മ അമലു, പിന്നീട് നിങ്ങൾ അമൽ ചെയ്തോളയും. കാരണം വൈന്നലിക്കുല്ലി അമലിൻ അദബൻ ശർഇയ്യൻ, എല്ലാ അമല് ചെയ്യുമ്പോഴും അതിനൊക്കെ ഒരു ശർഇയ്യായ മര്യാദകളുണ്ട്.
ആ ശരഈയായ മര്യാദ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇൽമു പഠിക്കണം. ഇൽമു പഠിച്ചുകൊണ്ട് അറിവനുസരിച്ച് പ്രവർത്തിക്കും. അറിവില്ലാതെ കുറെ ഇബാദത്ത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്നായിരുന്നു മുൻകാലക്കാരായ ആളുകളൊക്കെ ഉണർത്തിയിരുന്നത്. അങ്ങനെ ആയിരിക്കണം. അപ്പൊ അറിവ് വേണം. അറിവില്ലാത്ത ഇബാദത്ത് ശരിയല്ല. ഒരുപാട് ഇബാദത്ത് ചെയ്തു അറിവില്ല, അതുകൊണ്ട് കാര്യമില്ല. അപ്പൊ ചുരുക്കത്തിൽ ഇന്ന് ചർച്ച കഴിഞ്ഞിട്ടില്ല, ബാക്കിയുണ്ട്. ഉൾനാട്ടിലും ഉജ്ബ് എന്ന് പറഞ്ഞ സംഗതി മഹാവിപത്താണ്. ആ മഹാവിപത്തുകൊണ്ടുണ്ടാവുന്ന ഒരു അപകടമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത് ബാക്കി ഇൻഷാ അല്ലാഹ് തുടരും.